ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് DTECH ഓഡിയോസ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു അടിപൊളി ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ഒരു ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. ഇത് 100+100 വാട്ട്സ് RMS, നിങ്ങൾക്ക് ഇവിടെ കാണാം 100+100 വാട്ട് RMS ആംപ്ലിഫയർ ആണ്. അപ്പോൾ പല ബോർഡ്സും നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിൽ ചിലപ്പോൾ 100, 300, 500 എന്നൊക്കെ പല വാല്യൂസ് അവർ എഴുതിയിട്ടുണ്ടാവും. 500 വാട്ട്സ്, 1000 വാട്ട്സ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിൻ്റെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യില്ലെന്ന്. പക്ഷെ ഇതിൽ നമുക്ക് 100+100 തരാൻ കഴിവുള്ള തോഷിബയുടെ 5200 1943 കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് 100 വാട്ട്സ് എടുക്കാൻ പറ്റും. ഒരു പെയറിൽ നിന്ന് നമുക്ക് 100 വാട്ട്സ് എടുക്കാൻ പറ്റും. കോമൺലി കാണുന്ന ഒരു കോമ്പിനേഷനാണിത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നല്ല ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ PCB വരുന്നത് സാധാരണ വരുന്നതിലും നല്ല ക്വാളിറ്റിയുള്ള ഗ്രേഡ് കൂടിയ PCB ആണ് വരുന്നത്. അതിൻ്റെ സോൾഡറിങ്ങും അതൊരു പ്രീ അസംബിൾഡ് ബോർഡാണ്. നമ്മൾ അസംബിൾ ചെയ്യുന്നതല്ല. ഈ വയേഴ്സ് ഉണ്ടായിരുന്നില്ല, വയേഴ്സും ഈ സോക്കറ്റും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡർ ചെയ്തതാണ്. ഈ സോൾഡറിങ് ഇവിടെ മോശം സോൾഡറിങ് നിങ്ങൾക്ക് കാണാവുന്നത് അത് എൻ്റെ സോൾഡറിങ് ആണ്. ബാക്കിയെല്ലാം നല്ല സോൾഡറിങ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ലൈൻസ് നിങ്ങൾക്ക് കാണാം. ഈ പവർ ലൈൻസ് കുറച്ച് കട്ടി കൂടിയ പവർ ലൈൻസ് ആണ് ഇവിടെ വരുന്നത്. അതിനൊരു ടിൻ കോട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് പുറത്തു കൂടി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോർഡാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നിങ്ങൾക്ക് കാണാം. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. സാധാരണ നമുക്ക് ഇതുപോലത്തെ ബോർഡ്സിൽ ഇത്രയും വലിയ ഹീറ്റ് സിങ്ക് വെക്കാറില്ല. പക്ഷെ ഇതുകൊണ്ട് തന്നെ നല്ലൊരു ഹീറ്റ് സിങ്ക് ആണ്. ഇഷ്ടംപോലെ ഫിൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് ഫിൻസ് ഉള്ള നല്ല എയർ പാസേജ് കൊടുക്കുന്ന, കൂളിംഗ് കൊടുക്കുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ഹീറ്റ് സിങ്കിന്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് 35 വോൾട്ട് പോസിറ്റീവും 35 വോൾട്ട് നെഗറ്റീവും ഇവിടെ കാണാം. ഇതിൻ്റെ ഇടയിൽ 35 വോൾട്ട് നെഗറ്റീവും കാണാം. അതാണ്. പക്ഷേ 35 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 വാട്ട്സ് കിട്ടില്ല. 100 വാട്ട്സ് കിട്ടുന്നതിന് അതിന് മുകളിൽ കൊടുക്കണം. അതിൻ്റെ ഈ DTECHിൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് കൂട്ടി കൊടുക്കണം. ഇത് പിന്നെ പൊതുവേ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഈ ഒരു 35 വോൾട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 35 വോൾട്ട്സ് അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 100 വാട്ട്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. സ്പീക്കർ ലൈൻ്റെ പോസിറ്റീവിൻ്റെ കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. നെഗറ്റീവിൻ്റെ കണക്ഷൻ ഇവിടെ അടിയിലാണ് വരുന്നത്. പിന്നെ ഇത് എൻ്റെ ഗ്രൗണ്ടാണ് ഈ കണക്ഷൻ വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നു, ഇത് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഈ സോക്കറ്റ്, ഇൻപുട്ട് സോക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിപ്പിച്ചതാണ്. എൻ്റെ പ്രിഫറൻസ് ബോർഡ്സിൽ ഇതുപോലത്തെ കണക്ടേഴ്സ് വരുന്നതാണ്. സ്പേഡ് കണക്ടേഴ്സ്, ഇവിടെ സ്പേഡ് കണക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ വരുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പിടിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഒരു BD138 വെച്ചിട്ടാണ് ഇത് ബയസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവേഴ്സും 138ഉം 140 ആണ്. BD140ഉം 138 ആണ്. അത്യാവശ്യം നല്ല ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പോണൻസ് എല്ലാം അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് കാണാം ഇതിൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സ്, ഒറിജിനൽ കെൽട്രോൺ കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സും എല്ലാം വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ബോർഡ് എനിക്ക് അവർ അയച്ചു തന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി കിട്ടിയതല്ല. ഇത് എനിക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമുക്ക് ഈ 100+100 വാട്ട്സ് വളരെ സഫീഷ്യൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഇവൻ സെൻസിറ്റിവിറ്റി കുറച്ച് കുറഞ്ഞ സ്പീക്കേഴ്സ് ആണെങ്കിലും നമുക്ക് നല്ല പവർ ഇതിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണത് അസംബിൾ ചെയ്യാനും. പിന്നെ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ക്യാബിനറ്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അടിയിൽ നമുക്ക് PCB വരുന്നതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പേസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ അല്പം എലിവേറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഇടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ കൂടിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മൊബൈലിന് ഒരിക്കലും എൻ്റെ കയ്യിലുള്ള വലിയ സ്പീക്കേഴ്സിൽ വരുന്ന സൗണ്ട് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവില്ല. അതുമാത്രമല്ല അതിൽ കൂടെ വരുന്നത് നമ്മളൊരു വേറൊരു മൊബൈലിലെ സ്പീക്കറിലായിരിക്കും. എൻ്റെ വ്യൂവേഴ്സ് ഒരു 99% മൊബൈലിലാണ് ഇത് കേൾക്കുന്നത്, എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർ ആ മൊബൈലിലെ ചെറിയ വളരെ ടൈനി ആയിട്ടുള്ള സ്പീക്കേഴ്സിൽ കൂടെയുള്ള ശബ്ദം കേട്ടിട്ട് ആ മൊബൈലിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും. ആ സിഗ്നേച്ചർ കേട്ടിട്ട് ഒരിക്കലും നമുക്ക് ഇതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഡെമോ ഇവിടെ കാണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഡെമോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഇതിൻ്റെ ഒരു കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വീഡിയോയുടെ അണ്ടറിൽ.
ഞാനൊരു ഡെമോ ഇത് എന്തായാലും ഞാനിതൊരു ബോക്സിലേക്ക് കയറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ക്യാബിനറ്റിലേക്ക് കയറ്റി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആംപ്ലിഫയർ, നല്ല ഫിഡിലിറ്റി ഉള്ള ഒരു 100+100 വാട്ട്സ് ആംപ്ലിഫയർ, സ്റ്റീരിയോ ആംപ്ലിഫയർ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ പറ്റിയൊരു ബോർഡാണിത്. വളരെ സിമ്പിളാണ്, കണക്ഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്യൂ കണക്ഷൻസേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് വാങ്ങിക്കുക, ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വാങ്ങിക്കുക, പിന്നെ ഒരു പവർ സപ്ലൈ ബോർഡ് വാങ്ങിക്കുക, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബാസ് ട്രബിൾ ബോർഡ് വയ്ക്കാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു ആംപ്ലിഫയർ വളരെ കുറഞ്ഞ റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 1100 രൂപയാണ്, പ്ലസ് അതിൻ്റെ കുറിയർ ചാർജ്. നിങ്ങൾ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള കുറിയർ ചാർജും കൂടിയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വാങ്ങണമെങ്കിൽ ഞാനിതിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഈ DTECHൻ്റെ നമ്പർ ഇടാം. നിങ്ങൾക്ക് അവരായിട്ട് വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് DTECHൻ്റെ നമ്മുടെ 100+100 വാട്ടിൻ്റെ ബോർഡ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ കാണിക്കാം, എങ്ങനെയാണ് ഞാനിത് ഒരു ആംപ്ലിഫയർ ആക്കി എടുക്കുന്നത്. മീൻസ് ഒരു ക്യാബിനറ്റിലേക്ക് കയറ്റി അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു വർക്കിംഗ് ആംപ്ലിഫയർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഓഡിയോയിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലത്തെ ഓഡിയോ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.